പുഴയിലൂടെയോ തോട്ടിലൂടെയോ ഒഴുകി വരുന്ന തേങ്ങ എടുക്കുന്നതിന്റെ ഇസ്ലാമിക വിധി എന്ത്? ഉടമസ്ഥൻ ചോദിച്ചു വരില്ല എന്നുറപ്പുള്ള ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ തേങ്ങകൾ നമുക്ക് എടുക്കാവുന്നതാണ്. എന്നാൽ ഒരുപാട് തേങ്ങകൾ ഒഴുകി വരുമ്പോൾ അത് ശേഖരിച്ച് വിൽക്കുന്നതിന് മുൻപ് പള്ളിയിലോ അങ്ങാടിയിലോ അല്ലെങ്കിൽ പൊതുസ്ഥലത്തോ വെച്ച് സമൂഹത്തിന് മുമ്പാകെ അത് പ്രദർശിപ്പിക്കണം. ഇനി വാട്സപ്പ് ഗ്രൂപ്പുകളിലായാലും പ്രശ്നമല്ല. കാരണം അതെല്ലാം ഒരു പക്ഷേ ഒരു തോട്ടത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഗോഡൌണിൽ നിന്നോ ആയിരിക്കാമെന്നത്. അഥവാ ഒരു സാധ്യതയെങ്കിലും ഉണ്ട് ഉടമസ്ഥൻ തിരിച്ചു ചോദിച്ചു വരാൻ. എന്നിട്ടും ഒരു പ്രതികരണവും ലഭിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വിൽക്കാവുന്നതാണ്. ആ പണം നമുക്ക് എടുക്കാമെങ്കിലും ഏറ്റവും നല്ലത് പാവങ്ങൾക്ക് ദാനം ചെയ്യലാണ്. നിങ്ങൾ ഇതെന്ത് തേങ്ങ ഈ പറയണേ? അല്ല ഉസ്താദ്, ഈ തേങ്ങ പറഞ്ഞോണ്ടോ ഞാൻ ഈ പറമ്പിലെ തേങ്ങയാണെന്ന് പറഞ്ഞിട്ട് തേങ്ങയിലെ പേര് എഴുതി വെച്ചിട്ടുണ്ടാവുക? അല്ലെങ്കിൽ തേങ്ങക്ക് സ്പെസിഫൈ ചെയ്യാൻ ഏതെങ്കിലും ഒരു സിമ്പിളോ അല്ലെങ്കിൽ ഏതെങ്കിലും കളർ എന്തെങ്കിലും ഉണ്ടാവോ ഉടമസ്ഥര് കണ്ടുപിടിക്കാൻ? തേങ്ങ പെറുക്കുന്നതിന് ഇസ്ലാമിക് വിധി എന്താ? നിങ്ങൾ ഇങ്ങനെ എന്തെല്ലോ പറയലല്ലേ? പെങ്ങളെ, ഉസ്താദ് പറഞ്ഞ വിഷയത്തിൽ 100% അദ്ദേഹത്തോടൊപ്പം ഞാൻ യോജിക്കുന്നു. ഒരിക്കലും അദ്ദേഹം പറഞ്ഞ ഇസ്ലാമിക് സിസ്റ്റം പ്രകാരമൊന്നുമല്ല. പകരം നമ്മുടേതല്ലാത്ത ഒരു പൊരുളും നമ്മളെടുത്ത് ഉപയോഗിക്കുന്നത് നല്ലതല്ല. കാരണം നമുക്ക് സന്തോഷമല്ല, പകരം ചെറിയൊരു വിഷമമാണ് അത് ഉണ്ടാക്കുന്നത്. ഉദാഹരണം, പെങ്ങള് നടന്നു പോകുന്ന സമയത്ത് പെങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു കമ്മലോ ഒരു ചെറിയ സ്വർണ്ണ മോതിരമോ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെങ്ങൾക്കുണ്ടാകുന്ന വേദന ചെറുതല്ല, വലിയൊരു വേദനയായിരിക്കും. കുറച്ചു നാൾ കഴിയുമ്പോൾ ഒരു നല്ല മനസ്സുള്ള ഒരു വ്യക്തിക്ക് അത് കളഞ്ഞു കിട്ടുകയും അദ്ദേഹം അത് തിരിച്ച് അതിന്റെ അവകാശി ആരെന്ന് കണ്ടെത്തി പെങ്ങളുടെ കയ്യിലേക്ക് കൊണ്ട് തരുമ്പോൾ പെങ്ങൾക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനും അത് തന്ന വ്യക്തിക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനും അത് വേറെ തന്നെയാണ്. നമ്മുടേതല്ലാത്ത ഒരു പൊരുളും നമ്മളെടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സന്തോഷം കിട്ടില്ല. അദ്ദേഹം പറഞ്ഞ തേങ്ങ 1-2 തേങ്ങ കിട്ടിയാൽ നമുക്ക് ഉപയോഗിക്കുന്നതിൽ തെറ്റുമില്ല. പകരം ഒരു ബൾക്കായിട്ട് ചിലപ്പോൾ 1, 5, 10, 100 തേങ്ങകൾ നമുക്ക് കിട്ടുന്ന സമയത്ത് ഉറപ്പായിട്ടും അതിനൊരു അവകാശിയുണ്ട്. ആ അവകാശിയിലേക്ക് തിരിച്ചേൽപ്പിക്കുന്ന ഒരു രീതിയാണ് അദ്ദേഹം പറഞ്ഞത്. അതിനകത്തേക്ക് അദ്ദേഹം ഇസ്ലാമിക് സിസ്റ്റം പറഞ്ഞത് കൊണ്ടായിരിക്കാം നമുക്ക് അങ്ങനെ ഒരു ഫീൽ തോന്നുന്നത്. എന്ത് തന്നെയായാലും അദ്ദേഹം പറഞ്ഞതിൽ 100% ശരിയാണ്. കാരണം നമ്മുടേതല്ലാത്ത ഒരു സാധനം അത് നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതല്ല. പകരം നമുക്ക് അതിന്റെ അവകാശി ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടെത്തി അയാൾക്ക് കൊടുക്കാൻ ശ്രമിക്കുക. ഇനി അങ്ങനെ അവകാശി ഇല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞല്ലോ വാട്സപ്പിലോ അല്ലെങ്കിൽ പള്ളിയിലോ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിലോ അതിനെ ഒന്ന് പബ്ലിസിറ്റി ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ഇനി അത് കൊടുക്കാൻ ശ്രമിച്ചിട്ടും വന്നിട്ടില്ല എങ്കിൽ അത് നമുക്ക് എടുക്കുകയോ അത് വിറ്റ് പാവങ്ങൾക്ക് ഭക്ഷണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ സർവീസ് ചെയ്യാനും നമ്മൾ ശ്രമിക്കുക. സോ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഒരു കാര്യത്തിൽ 100% അദ്ദേഹത്തിന്റെ ഭാഗത്ത് ശരിയുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്.